السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر بزدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من أحوال أهل النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. عن ابن عمر رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم من سره أن ينظر إلى يوم القيامة كأنه رأي العين فليقرأ إذا الشمس كورت وإذا السماء فطرت وإذا السماء انشقت أو كما قال سيدنا رسول الله. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله لا حول ولا قوة إلا بالله. كالشمس تظهر للعينين من بعد صغيرة وتقل الطرف من أمامي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ മജ്‌ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം തറയ്ക്കപ്പെട്ട അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആൾക്കാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നമുക്ക് നന്മയുടെ ഏടുകളിൽ വളരെ ഭാരം തോന്നുന്ന ഒരു മജ്‌ലിസായിട്ട് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ സ്വീകരിച്ച് നമ്മുടെ ഏടുകളിൽ നമ്മൾ കൺകുളിർമയാക്കി തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എക്കാലവും സാർവത്രികമായ സാർവലൗകികമായ ഖുർആൻ. മൻ അറാദ ഇൽമൽ അവ്വലീന വൽ ആഖിരീന ഫൽയസൂറുൽ ഖുർആൻ എന്നാണ്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അറിവുകൾ ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, അറിയാൻ കൊതിക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഖുർആനിൽ റഫർ ചെയ്തു കൊള്ളട്ടെ, ഖുർആനിൽ റഫറൻസ് ചെയ്യട്ടെ, അതിൽ പരതട്ടെ, അതിൽ അന്വേഷിക്കട്ടെ. കാരണം
ഫഇന്ന ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുൻഗാമികളുടെയും നമുക്കിനി വരാനിരിക്കുന്ന അഡ്വാൻസ് ടെക്നോളജികൾ, പുതിയ പുതിയ ജനറേഷനുകൾ, പുതിയ പുതിയ അപ്ഡേറ്റുകൾ എല്ലാം അല്ലാഹുവിന്റെ ഖുർആനിൽ സമഗ്രമായിട്ട് അല്ലാഹു പ്രതിപാദിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ എന്തിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുവോ, മുൻഗാമികളുടെയും പിൻഗാമികളുടെ ചരിത്രമോ അവരുടെ വരവുകളോ അവരുടെ ഉത്ഥാന പതനങ്ങളോ വരും കാലഘട്ടത്തിൽ നടക്കാനിരിക്കുന്ന പ്രവചനങ്ങളോ ഏതിനെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാനും പഠിക്കാനും നിങ്ങളുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആനുണ്ട്. ആ ഖുർആനാണ് നമ്മളെ ഉയർത്തിപ്പിടിക്കുന്നത്, നമ്മുടെ യശസ് ഉയർത്തുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഓരോന്ന് വരച്ച് കാണിക്കുന്നത്. അത് വരച്ച് കാണിച്ചു വെച്ച സങ്കല്പങ്ങളെ, അത് വരച്ച് കാണിച്ചു വെച്ച പ്രതിഭാസങ്ങളെ, അത് നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ച അത്ഭുതങ്ങളെ ഒന്നും ഒരു പോലും അതിനെ തിരുത്തുവാനോ ചോദ്യം ചെയ്യുവാനോ നിഷേധിക്കുവാനോ സംശയാസ്പദമായിട്ട് നോക്കി കാണുവാനോ ഒരു സമൂഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്ങാനും എവിടെയെങ്കിലും വെച്ചത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ച ഈ ഖുർആനിന്റെ മുഅ്ജിസത്ത്, ഈ ഖുർആനിന്റെ അത്ഭുതം, ഈ ഖുർആനിന്റെ അമാനുഷികത അവിടെ അസ്തമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു, ഇഖ്തിലാഫു അൽസിനതികും വ അൽവാനികും. നിങ്ങളുടെ ഭാഷകളിലുള്ള വൈചാത്യം, നിങ്ങളുടെ രൂപങ്ങളിലുള്ള വൈചാത്യം, പിന്നെ വൈവിധ്യം, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നമ്മൾ നോക്കി, നമ്മൾ കണ്ടു കാണുന്ന, നമ്മുടെ മുന്നിൽ കാണുന്ന മനുഷ്യന്മാർ, നമ്മൾ നമ്മുടെ ഈ കുറഞ്ഞ കാല ജീവിതത്തിനിടയിൽ 30-40 വർഷം ജീവിച്ചവർ, 10, 12, 15 വർഷം ജീവിച്ചവരുമൊക്കെ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ മുന്നിൽ കണ്ട ഒരു മനുഷ്യൻ പോലും കൃത്യമായിട്ട് അതേ ലെവലിൽ അടുത്തൊരു മനുഷ്യന്റെ ഫേസിനോട് സാമ്യമായതില്ല എന്നതാണ്. ചിന്തിച്ചു നോക്കി, എത്രയോ ഇന്നത്തെ ലോകത്തിന്റെ പോപ്പുലേഷൻ 800 കോടിയിലധികം വരുന്ന മനുഷ്യന്മാരെന്ന് ജീവിച്ചിരിപ്പുണ്ട്. എത്രയോ കോടിക്കണക്കിന് മനുഷ്യന്മാരെ കബറുകളിലേക്ക് പോയി. ഇനി എത്രയോ കോടി ജനസാധനം വരാനിരിക്കുന്നു. പക്ഷെ നോക്കി, ഒരു മനുഷ്യന്റെ മുഖം മറ്റൊരു മനുഷ്യന്റെ മുഖത്തോട്, ഫേസിനോട് തുല്യമായിട്ടില്ല. ഇതേ കണ്ണും ഇതേ കാതും ഇതേ മൂക്കും ഇതേ ചുണ്ടും ഒക്കെയും ഒരുമിച്ചിരിക്കുന്ന ഒന്നായിരിക്കുന്ന പിന്നെ രൂപങ്ങളിലും ഭാവങ്ങളിലും സാമ്യതകൾ ഏറെ ഉണ്ടെങ്കിലും പക്ഷെ ഒരു മുഖം മറ്റൊരു മുഖത്തോട്, ടിൻസ് എന്ന് പറഞ്ഞാലും എത്ര എന്നൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ട് തുല്യമായിട്ട് തുല്യത എന്ന് പറയുന്ന ഒരവസ്ഥ, ഒരുപോലെ ഇരിക്കുന്ന മറ്റൊരു മുഖം ലോകത്ത് മനുഷ്യന്മാരുടെ വാക്കുകളിലില്ല. അതുപോലെ തന്നെ നമ്മുടെ വിരൽ തലപ്പുകളിൽ വെച്ചിരിക്കുന്ന അത്ഭുതം, അത് ഏറ്റവും വലിയ നമ്മുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് വെച്ചിരിക്കുന്ന ഫിംഗർ പ്രിന്റ്. അതിനെ കുറിച്ച് സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞല്ലോ, ആ പിന്നെ വിരൽ തലപ്പുകളെ സംബന്ധിച്ച് ഒരു മനുഷ്യന്റെ വിരൽ തലപ്പ് മറ്റൊരു മനുഷ്യന്റെ വിരൽ തലപ്പിനോട് സാധ്യമായാൽ ആ സെക്യൂരിറ്റി സിസ്റ്റം താറുമാറാകുകയാണ്. ഒരാളുടെ മൊബൈൽ വേറെ ആൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വേറെ ആൾക്ക് പണം കവരാൻ പറ്റും. അത്രത്തോളം കൃത്യനിഷ്ഠമായിട്ട് ഓരോ മനുഷ്യന്റെ മുഖത്തിലും അവന്റെ വിരലുകളിലും അവന്റെ കൈകളിലും അല്ലാഹു കൃത്യമായ ഡിസൈനിങ്ങിലൂടെ ചിന്തിച്ചു നോക്കി. ഏറ്റവും വലിയ അത്ഭുതങ്ങളാകുന്ന മണിമാളികകളും കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും വലിയ വലിയ അത്ഭുതങ്ങളെ കണ്ടിട്ട് ലോകാത്ഭുതങ്ങളെന്ന് നമ്മൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാൾ വലിയ അത്ഭുതങ്ങളായ ലോക അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യൻ എന്ന അത്ഭുതത്തിന്റെ പിന്നിൽ ഈ മനുഷ്യൻ എന്ന ഏറ്റവും വലിയ നിന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് അത്ഭുതങ്ങളായ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചു വെച്ച മനുഷ്യന്റെ അത്ഭുതം, മനുഷ്യന്റെ പിന്നിൽ സൃഷ്ടിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവും ഡിസൈനറും ഒക്കെയായിട്ടുള്ള അല്ലാഹുവിന്റെ ആ ഒരു എഞ്ചിനീയറിംഗ് വൈവിധ്യത്തെയും പ്രാഗൽഭ്യത്തെയും കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ അത്ഭുതമാണ്, എത്ര വലിയ അത്ഭുതമാണ്. അത് തന്നെ വേണ്ടേ, അത് തന്നെ പോരെ നമുക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാൻ. അപ്പൊ അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ എന്തെല്ലാം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി. നമുക്കറിയാം, സൂര്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഏറ്റവും വലിയൊരു അത്ഭുത പ്രതിഭാസമായിട്ട് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും വന്ന് കത്തിച്ചൊരിച്ച് പിന്നെ മാഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ, അത് നമുക്ക് വെളിച്ചം നൽകുന്നു, അത് നമുക്ക് ഊർജ്ജം നൽകുന്നു, അത് നമ്മുടെ ഋതുക്കൾ മാറി മാറി വരുന്നതിന് നമ്മളെ സഹായിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ഉന്മേഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ നമ്മൾ കിടക്കപ്പായിൽ എഴുന്നേറ്റ് സൂര്യ വെളിച്ചത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചു പോകുമ്പോ ഈ അത്ഭുതത്തെ ഒരു ദിവസം പോലും മുടക്കാതെ, ഈ ഒരു അത്ഭുത പ്രതിഭാസത്തെ, ഇത്ര വലിയ ഭീമാകരനായ
സൃഷ്ടിയെ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഭീമാകാരനായ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നല്ലോ, സൗരയൂഥം എന്ന് അറിയപ്പെടുന്ന എത്രയോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ചേർന്ന ഈ വലിയ ആ സഞ്ചയത്തിന്റെ 99% പിണ്ഡവും ഉൾക്കൊള്ളുന്ന സൂര്യന് നൽകുന്ന പ്രതിമാസത്തെ ഒരഞ്ച് പോലും അങ്ങോട്ടും വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് കൂട്ടിയിണക്കി ചേർത്തുകൊണ്ട് അതിന്റെ ഋതുക്കളായിട്ടും രാശികളായിട്ടും പ്രാപഞ്ചിക വ്യവസ്ഥയെ തെറ്റില്ലാതെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അത്ഭുതത്തെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സൂറത്ത് യാസീൻ സംസാരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ സൂറത്ത് യാസീൻ 38-ാമത്തെ ആയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ നിങ്ങളുടെ മനസ്സ് ഈ വലിയ അത്ഭുത സഞ്ചയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് സഞ്ചരിച്ചു പോകണം. നിങ്ങളുടെ മനസ്സ് അത്ഭുതത്തെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി. അന്നബി റളിയല്ലാഹു അൻഹു സഅലതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശംസ തജ്രി ഫി മുസ്തഖബിൽ ലഹാ. സൂര്യൻ അതിന്റെ നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ മുസ്തഖറിലൂടെ സഞ്ചരിച്ചു പോകും എന്ന് പറഞ്ഞത് എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അത്രേ. അല്ലാഹുവിന്റെ ഖുർആനിൽ വശംസു തജ്രി ഫി മുസ്തഖബിൽ ലഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. എപ്പോഴും വിജ്ഞാനങ്ങൾ ചോദ്യത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇൽമിന്റെ കവാടം അതാണ്. എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ലോകത്തിന്റെയും സർവ്വ വിജ്ഞാനങ്ങളുടെയും ഗുരുവായിട്ട് വന്ന ഗുരുഭൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, ഈ പറഞ്ഞ ആയത്തിന്റെ ഉദ്ദേശം എന്താണ് നബിയെ? എന്റെ മുസ്തഖർ എന്താണ് നബിയെ? സൂര്യൻ ഇങ്ങനെ പോകുമെന്ന് പറയുന്നല്ലോ, ഈ സഞ്ചാരത്തെ കുറിച്ച് അതിന്റെ മുസ്തഖറിനെ കുറിച്ച് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല മുസ്തഖറുഹാ തഹ്തൽ അർശ്. അതിന്റെ മുസ്തഖർ, അത് ചെല്ലുന്നത്, അത് പോകുന്നത് അർശിന്റെ കീഴിലേക്കാണ്. ഒരിക്കൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, സൂര്യൻ അസ്തമിക്കാൻ നേരം ചോദിച്ചു, ഈ സൂര്യൻ എങ്ങോട്ട് പോകുന്നത് അറിയാമോ? അല്ലാഹു റസൂലു അഅലം. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു റസൂലിന് മാത്രമേ അറിയാവൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി തജ്രി തഹ്ത ഹത്താ തൻതഹി ഇലാ മുസ്തഖബിഹാ തഹ്തൽ അർശ്. ഈ സൂര്യൻ എല്ലാ ദിവസവും നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്നത് എങ്ങോട്ടെന്ന് അറിയാമോ? ഈ സൂര്യൻ പോകുന്നത് അല്ലാഹുവിന്റെ അർശിന്റെ കീഴിലുള്ള അതിന്റെ മുസ്തഖറിലേക്കാണ്. ഫതഖറു സാജിദതൻ, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദ് വീഴും. ഫലാ തസാലു കദാലിക, അത് അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കും. ഹത്താ യുഖാൽ ലഹാ, ആ സൂര്യനോട് പറയപ്പെടുന്നത് വരെ, ഇർതഫിഇ ഇർതഫിഇ, നീ ഉയരൂ, ഇർജിഇ, നീ മടങ്ങൂ, മിൻ ഹൈസു ജിഅതി, നീ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകും. നിന്റെ ദൗത്യത്തിലേക്ക്, നിന്റെ ഇന്ന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈനംദിന ഡ്യൂട്ടിയിലേക്ക് നീ തിരിച്ചു പോകുമെന്ന് സൂര്യനോട് പറയപ്പെടും. അങ്ങനെയാണ് അത് നമ്മൾ നേരം എടുക്കുമ്പോ അതിങ്ങനെ പിന്നെ മസ്ജിദിൽ നിന്ന് ഇങ്ങനെ ഉദയ സൂര്യനായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനോട് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോ അത് വീണ്ടും ഉദിക്കുകയാണ്. ഓരോ ദിവസം അല്ലാഹുവിന്റെ അനുവാദത്തിന് വേണ്ടി അത് കാത്തിരിക്കും. ഇക്രിമ റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന ശംസ ഇദാ ഖറബത് നസലത് മിഹ്റാബൻ തഹ്ത അർശ്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോ അർശിന്റെ കീഴിലുള്ള ഒരു മിഹ്റാബിൽ അത് കടന്നു ചെല്ലും. തുസബ്ബിഹുല്ലാഹ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെയും അത് അവിടെ നിന്ന് തസ്ബീഹ് ചെയ്യും. ഫൈദാ അസ്ബഹത്, നേരം വെളുത്താൽ ഇസ്തഗ്ഫത് റബ്ബഹാ മിനൽ ഖുറൂജ്, പുറപ്പെടാൻ മടി കാണിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ ചുരുങ്ങിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോലെ, ഒരു കുഞ്ഞു തള്ളയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു അടിമ മുതലാളിയുടെ മുന്നിൽ നിന്ന് തലചൊറിയും പോലെ അതിങ്ങനെ നിൽക്കുമെന്നാണ്. ഫയഖൂലു ലഹ റബ്ബു, അവ ചോദിച്ചു, എന്താ സൂര്യൻ നീ ഇങ്ങനെ ഇന്ന് പോയി ഉദിക്കുന്നില്ലേ? വലിമദാലിക ഖാലത് ഇന്നി ഇദാ ഖറജ്തു ഉബിതു മിൻ ദൂനിക, അല്ലാഹുവേ, ഞാൻ പോയി എങ്ങാനും ഉദിച്ചു കഴിഞ്ഞാൽ നിന്നെ കൂടാതെ അവരെന്നെ ആരാധിക്കും. അല്ലാഹുവിന്റെ മുന്നിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നമ്മൾ കണ്ടു കാണപ്പെടുന്ന അത്ഭുത പ്രതിഭാസം,
അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പടപ്പ് അള്ളാഹുവിന്റെ മുന്നിൽ പരാതി ബോധിപ്പിക്കുകയാണ്. നിന്റെ മുന്നിൽ ഞാൻ പോയി ഉദിച്ചു കഴിഞ്ഞാൽ നിന്നെ കൂടാതെ അവർ എന്നെ ആരാധിക്കും അള്ളാഹുവേ. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനോട് പറയുകയാണ്, അഖ്രിജി, കുഴപ്പമില്ല, നീ പുറപ്പെട്ടോ, ഫലൈസ അലൈകി മിൻ ദാക ശൈ, നിന്റെ മേൽ അതിൽ നടപടിയൊന്നുമില്ല. വിവരമില്ലാത്ത ചില മനുഷ്യന്മാര് സൂര്യ നമസ്കാരം നടത്തുന്നതിന്, അല്ലെങ്കിൽ സൂര്യ ആരാധന നടത്തുന്നതിന്, സൂര്യദേവൻ എന്ന് പറയുന്നതിന്, പടച്ചവന്റെ പടപ്പിനെ പടച്ചവനെ പോലെ കണ്ടതിന് നിന്റെ മേലൊരു നടപടിയുമില്ല. ഞാൻ അവരിലേക്ക് പിന്നെ ജഹന്നമിനെ അയക്കാം. 70,000 മലക്കിന്റെ അകമ്പടിയോടെ അങ്ങനെ അവരതിൽ കടക്കും. അതിൽ ഞാൻ അവരെ കരിച്ചു കൊള്ളാം, അങ്ങനെ ഞാൻ അവരെ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നല്ലാതെ നീ അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് സൂര്യനോട് അല്ലാഹു പറയുമെന്നാണ്. ഇതൊരു ആത്മീയമായ ഒരു വസ്തുതയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ മുന്നിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു പോകുമ്പോ അത് മറ്റൊരു സ്ഥലത്ത് ഉദയം ചെയ്തു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സൂറത്ത് റഹ്മാൻ, റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയങ്ങളുടെയും രണ്ട് അസ്തമാനങ്ങളുടെയും നാഥൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയെടുത്ത് അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് അസ്തമിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് ഉദിക്കുന്നത്? അപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രാപഞ്ചിക വസ്തുതയ്ക്ക് അപ്പുറം ഒരു പ്രപഞ്ചമുണ്ടോ? ഇവിടെ അസ്തമിക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഉദിക്കാൻ അതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ അല്ലാമ ഇബ്നു റുഷ്ദിന്റെ നിർദ്ദേശങ്ങളോടുകൂടി അങ്ങനെയുള്ള അന്വേഷണങ്ങളിലാണ് അവസാനം കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നത്. നമുക്ക് അസ്തമിക്കുമ്പോൾ ഉദിക്കുന്ന മറ്റൊരു രാജ്യം, അവിടെ അസ്തമിക്കുമ്പോൾ ഉദിക്കുന്ന മറ്റൊരു രാജ്യം. അങ്ങനെ ഈ ഭൗമോപരിതലത്തിൽ കൃത്യമായ ചക്രവാളങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും സാങ്കല്പികമായ ചക്രവാളങ്ങളാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭൂമിഗോളത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ചക്രവാളം വരുന്നത് ഇങ്ങനെ നമ്മുടെ ചുറ്റിപ്പറ്റിയിട്ടാണ്. എന്നാൽ ആ സൈഡിൽ നിൽക്കുന്ന ധ്രുവത്തിലോ ഉത്തര ധ്രുവത്തിലോ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലോ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചക്രവാളം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ താഴ്ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അപ്പൊ ശരിക്കും നമ്മൾ ഭൗമോപരിതലത്തിൽ വസിക്കുന്നവരാ. ന്യൂട്ടൺ കണ്ടുപിടിച്ച ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയെ ചുറ്റിപ്പറ്റിയിട്ട് മനുഷ്യന്മാരും പിന്നെ മരങ്ങളും ജലവും ഒക്കെ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഉള്ളത്. ഈ ഭൂമിയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി സ്വന്തം വച്ചുതട്ടിൽ കറങ്ങും, അത് സൂര്യനെ വലം വെക്കും. അങ്ങനെയാണ് ഈ രാവും പകലും ഋതുക്കളൊക്കെ മാറി മാറി വരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ ഉദയങ്ങളും അസ്തമാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വെക്കുമ്പോ നമ്മള് ഈ പറയുന്ന ഹദീസിൽ അല്ലാമ ഇബ്നു മാനായ ഖുർത്തുബി റഹ്മത്തുള്ളാഹി തങ്ങളുടെ തഫ്സീറിൽ ഈ സംഗതി ഉദ്ധരിക്കുമ്പോൾ ഇതൊക്കെ ഏതെങ്കിലും കെട്ടുകഥകളാണോ, എന്തെങ്കിലും മിത്തുകളാണോ? അല്ല. ഓരോ ദിവസവും അസ്തമിക്കുന്ന സൂര്യൻ അല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ, അർശിന്റെ താഴെയുള്ള മിഹ്റാബിൽ കടന്നിട്ട് അല്ലാഹുവിന്റെ സുജൂദിൽ വീഴാൻ, നേരെ വെളുത്തിട്ട് വരാൻ, അത് ഓരോ പുതിയ സൂര്യൻ എന്ന് സങ്കല്പിച്ചാൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കപ്പുറം വേഗത്തിൽ അല്ലാഹു ആ സൂര്യനെ കൊണ്ട് നടപ്പിലാക്കിയാൽ എന്താ തെറ്റ്? അത്ര വലിയ കുതിരത്തുള്ള റബ്ബല്ലേ നമ്മുടെ റബ്ബ്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോ വലിയൊരു അത്ഭുതകരമായ പ്രതിഭാസത്തിന്റെ ഏറ്റവും ചെറിയ ഒരു അംശമാണ്, അംശം പോലും നമ്മളല്ല എന്ന് നമുക്ക് മനസ്സിലാകാം. മഹാനായ മറ്റുള്ള പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭൂമധ്യരേഖയുടെ വടക്കോട്ടും തെക്കോട്ടും 6 മാസം, വടക്കോട്ട് 6 മാസവും തെക്കോട്ട് 6 മാസവും സഞ്ചരിക്കും. 3 മാസം അങ്ങോട്ടും 3 മാസം ഇങ്ങോട്ടും, അതുപോലെ തിരിച്ചു. അങ്ങനെയാണ് നമുക്ക് 12 മാസം ഉണ്ടാകുന്നത്. 12 മാസം നമുക്ക് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ സഞ്ചരിച്ചു പോകലാണ് എന്നുള്ള അഭിപ്രായം മഹാന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവസാനം സൂര്യൻ, കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിന്റെ അവസാനം വരുമ്പോ സൂര്യനാണ് അതിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ആദ്യമായിട്ടുള്ള ആ ഖിയാമത്ത് നാളിന്റെ തുടക്കം വരുന്നത് സൂര്യൻ കെട്ടുപോകലിലൂടെയാണ്, സൂര്യൻ അണഞ്ഞു പോകലിലൂടെയാണ്. അല്ലാഹു വിശുദ്ധമായ സൂറത്തുൽ തക്വീറിലൂടെ ആ വിഷയം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞാൻ ഉദ്ധരിച്ചിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ
അസറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഖിയാമത്ത് നാളിന്റെ ഭയങ്കരതകളും അതിന്റെ ഭീകരതകളും അതിന്റെ കടുപ്പങ്ങളും അതിന്റെ വൈഷമ്യങ്ങളും അന്ന് നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളായ പ്രതിഭാസങ്ങളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ സൂറത്തുൽ തക്വീർ പാരായണം ചെയ്യട്ടെ. ഫല്ലഖറ ഇദശംസു കുവ്വിറത്, ഇദശംസു കുവ്വിറത് സൂറത്ത് അവൻ പാരായണം ചെയ്ത് നോക്കട്ടെ. വഇദസ്സമാഉ ഫതറത്, അതുപോലെ വഇദസ്സമാഉ ശഖഖത് എന്ന സൂറത്തുകൾ പാരായണം ചെയ്താൽ എന്താണ് ഖിയാമത്ത് നാളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ എന്ന് അറിയാൻ പറ്റും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സംഭവത്തെ ഉദ്ധരിച്ചത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുന്നിൽ വായിച്ച് കേൾപ്പിച്ചിരുന്നു. ജനങ്ങൾ അവരുടെ കാര്യങ്ങളിൽ നിരതമായി കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ മാർക്കറ്റുകളിലും അവരുടെ ബിസിനസ്സുകളിലും അവരുടെ മാളുകളിലും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ സൂര്യനങ്ങ് കെട്ടുപോകും, സൂര്യനങ്ങ് അണഞ്ഞു പോകും. അതിന്റെ ഫഅലവസ്നാണ് അങ്ങ് പൊതിയും എന്നാണ്. സൂര്യനങ്ങ് പൊതിയും. കുവ്വിറത്ത്, സൂര്യൻ പൊതിയപ്പെട്ടാൽ സൂര്യൻ പൊതിയപ്പെട്ടാൽ സൂര്യൻ ഒന്നും പൊതിയപ്പെട്ടു പോയാൽ, അതിന്റെ പ്രകാശം കെട്ടുപോയാൽ, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീണാൽ, അല്ലാഹു സുബ്ഹാനഹു ആകാശത്ത് ഓരോ സ്ഥലങ്ങൾ കൃത്യമായിട്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ ഓരോന്നും അതിന്റെ മുസ്തഖറിൽ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ, കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ നിശ്ചയിച്ചു കൊടുത്ത ഭ്രമണപഥത്തിൽ അതിന്റെ സ്ഥാനത്ത് നിശ്ചിതമായ ദൗത്യങ്ങളും ഡ്യൂട്ടിയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഓരോ അത്ഭുതങ്ങൾ അതിങ്ങനെ പൊട്ടിപ്പിളരാനും ഉതിർന്നു വീഴാനും തുടങ്ങും. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെട്ടാൽ, ഇവിടെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോ മേഘങ്ങൾ സഞ്ചരിച്ചു പോകും പോലെ ഈ പ്രപഞ്ചത്തിന്റെ ആണിയായിട്ട് പ്രപഞ്ചത്തിനെ, ഭൂമിയെ ബാലൻസ് ചെയ്യാൻ ഇതിന്റെ വെയിറ്റിനെ, അതിന്റെ എത്ര വലിയ സ്പീഡിൽ സഞ്ചരിച്ചു പോയാലും ഉരുങ്ങി തെറിച്ച് നശിച്ചു പോകാതെ കൃത്യമായിട്ട് ഈ ഭൂമിയുടെ ബാലൻസ് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണികളായ സമുദ്രങ്ങൾ അതിൽ നിന്ന് ഊരിപ്പറക്കിയിട്ട് ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോ, ഇത് സംസാരിക്കുന്നത് ആരോടാ? ഇത് സംസാരിക്കുന്നത് അറബികളോടാ. അറബികളുടെ സമ്പത്തിൽ ഏറ്റവും വലിയ അമൂല്യമായ അവർ കാണുന്ന നിധിയാണ് ഒട്ടകം. അവർക്ക് സഞ്ചാരത്തിന്, അവർക്ക് പാല് കുടിക്കാന്, അവർക്ക് മാംസം ഉപയോഗിക്കാന് മരുഭൂമിയുടെ കപ്പലം അറിയപ്പെടുന്ന ഒട്ടകം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അതുകൊണ്ടാണ് അവരോട് ചോദിച്ചത്, ആ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നോക്കുന്നില്ലേ? അതിന്റെ അത്ഭുതങ്ങൾ, അതിന്റെ ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കാനാണ് നിർദ്ദേശം വന്നത്. ഈ ഒട്ടകം ഗർഭിണിയായി കഴിഞ്ഞാൽ, അത് പ്രസവിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ സമ്പത്തിന്റെ സ്രോതസ്സായ ഒട്ടകം, അത് ഗർഭിണിയായാൽ അതിന് അങ്ങേറ്റം കെയറിംഗ്, സംരക്ഷണമാണ് അവർ കൊടുക്കുന്നത്. മറ്റെല്ലാറ്റിനേക്കാളും അത് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ അവർ കാണുന്നത് ഒട്ടകത്തെയാണ്. അത് ഗർഭിണിയായി കഴിഞ്ഞാൽ അത് വളരെ സംരക്ഷണം അത് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഖിയാമത്ത് നാളെന്ന അത്ഭുതങ്ങളും ഭയങ്കരതയും ഭീകരതയും മനുഷ്യനെ പിടികൂടിയാൽ, എത്ര ഗർഭിണിയായ ഒട്ടകമാണെങ്കിൽ പോലും അത് അവഗണിക്കപ്പെട്ടു പോകുമെന്ന് അല്ലാഹുവിനറിയാം. അതാണ് പറയുന്നത്, വന്യജീവികൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ജിന്നുകൾ മനുഷ്യനോട്, മനുഷ്യൻ ജിന്നുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, എന്ത് സംഭവിച്ചു പോയി ഈ ഭൂമിക്ക്? ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു പോയി? ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുമ്പോ, ഭൂമി ഇങ്ങനെ കിടുകിടാ വിറക്കപ്പെടുമ്പോ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. മനുഷ്യൻ ചോദിച്ചു പോകും, ഈ ഭൂമിക്ക് എന്താ പറ്റിയത്? അങ്ങനെ എല്ലാവരും അന്തം വിട്ടന്താളിക്കുമ്പോ ലോകത്തിലുള്ള എല്ലാ വന്യജീവികളും, ലോകത്തിലുള്ള എല്ലാ വഹൂഷികളും ഒരുമിച്ച് കൂടപ്പെടും. അതാ പറയുന്നത്, സമുദ്രം കത്തിക്കപ്പെടുമ്പോ, വല്ലാത്ത പഠന വിധേയമാക്കേണ്ട വിഷയമാണ് സമുദ്രത്തിന്റെ കത്തിക്കപ്പെടൽ.
ഹദീസുകൾ കാണാം, തഫ്സീറിൽ കാണാം, ചില മഹാന്മാര് സമുദ്രത്തിൽ നിന്ന് wudu എടുക്കില്ലായിരുന്നു എത്രേ. എന്താ സമുദ്രത്തിൽ നിന്ന് wudu എടുക്കാത്തത്? ഇത് നാളെ കത്തിക്കപ്പെടും എന്നല്ല, അന്വേഷണങ്ങളുടെ വെളിച്ചത്തിൽ പറയപ്പെടുന്ന സമുദ്രത്തിന്റെ ഉള്ളിലാ നരകം സ്ഥിതി ചെയ്യുന്നത്. ഈ നമ്മൾക്കറിയാം, പെട്രോൾ കിണറുകളിൽ ഇറാഖിലും കുവൈറ്റിലും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ പെട്രോളിന്റെ കിണറുകൾ പിന്നെ തീയിടപ്പെടും. അതിങ്ങനെ മാസങ്ങളോളം കത്തിരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവൻ അത് പെട്രോൾ പോലെ കത്തിച്ചൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് ജഹന്നമായി, നരകമായി മാറുന്നതെന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നരകത്തിന്റെ ഭാഗമാകാനുള്ളത് കൊണ്ട് ഞാൻ കടലിൽ നിന്ന് wudu ചെയ്യില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്, നാളെ കടലുകൾ കത്തിക്കപ്പെടുമ്പോ ഓരോരുത്തരും തമ്മ ചേർക്കപ്പെടുമ്പോ, ഓരോരുത്തരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ, കൊല്ലപ്പെട്ട ഓരോ കുഞ്ഞിനോടും ചോദിക്കപ്പെടും. 6-ാം നൂറ്റാണ്ടിന്റെ അവിവേകികളായ അറബി കൂട്ടങ്ങൾ കൊണ്ടു തള്ളിയ പെൺമക്കളോട് എന്തിനാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത്? ആധുനിക നൂറ്റാണ്ടിന്റെ ഫലസ്തീനിലെ മക്കൾ, കുഞ്ഞുമക്കൾ കൊല്ലപ്പെട്ടവരുടെ ഖബറുകളിലായിരിക്കുമ്പോ അവരോട് ചോദിക്കപ്പെടും, എന്തിനാ നിങ്ങൾ കൊല്ലപ്പെട്ടത്? എല്ലാവരുടെയും വേടുകൾ നിവർത്തപ്പെടുമ്പോ, ആകാശ ലോകത്തിന്റെ ഉപരിലോകത്തിന്റെ വാതിലങ്ങ് മാറ്റപ്പെടുമ്പോ, ഇപ്പൊ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഒരു പുകയാണ് കാണുന്നത്. നമ്മുടെ പിന്നെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട്, നേത്രങ്ങൾ കൊണ്ട് ആകാശത്തേക്ക് നോക്കിയാൽ ഒരു പുക പോലെയാണ് നമുക്ക് കാണുന്നത്. അവിടെ നമുക്ക് 1-ാം ആകാശവും 2-ാം ആകാശവും ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ നിന്ന് മലക്കൂത്ത് സമാവാത്തിലേക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ 7 ആകാശങ്ങളും മലക്കൂത്ത് സമാവാത്ത് അല്ലാഹു കാണിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ അടിയാറുകളുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിച്ചിട്ട് അത്ഭുതങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളോ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇബ്രാഹിം എന്ന നബിക്ക് ആകാശത്തിന്റെ അത്ഭുതങ്ങൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നത് 1-ാം ആകാശത്തിന്റെ പുകപടലങ്ങളാ. പക്ഷേ നമ്മുടെ പുകപടലങ്ങളുടെ മുകളിലിരിക്കുന്ന മറകൾ ഇതങ്ങ് നീക്കപ്പെട്ടു പോകുന്ന ഒരു സമയം ഖിയാമത്ത് നാളിൽ വരാറുണ്ട്. അതാ പറയുന്നത്, നരകം അടിപ്പിക്കപ്പെടുകയാ, നരകം കത്തിക്കപ്പെടുകയാ. നരകം സ്വർഗം അടിപ്പിക്കപ്പെടും. സ്വർഗം ഇങ്ങനെ മുമ്പിൽ നിൽക്കും, നരകം ഇങ്ങനെ മുമ്പിൽ നിൽക്കും. കത്തിയാളുന്ന സ്വർഗത്തിൽ, കത്തിയാളുന്ന നരകത്തിന്റെ മുന്നിൽ, അനുഗ്രഹങ്ങളുടെ പ്രതീക്ഷയായ സ്വർഗത്തിന്റെ മുന്നിൽ അന്തം വിട്ടത്താളിച്ചു നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് കണ്ടോ, ഓരോ നഫ്സും അപ്പോൾ ചിന്തിക്കും. അപ്പോഴവന്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്? അവൻ ഹാജരാക്കിയ നന്മകളെ, അവൻ ഹാജരാക്കിയ തിന്മകളെ അവൻ ഓർത്തുപോകും. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ തക്വീറിൽ ഖിയാമത്ത് നാളിന്റെ ഈ അവസ്ഥ ഇങ്ങനെ പറയുകയാ. ഇനി വേറെ സൂറത്തിൽ കാണാം, ആകാശം പൊട്ടിപ്പിളരുമ്പോ. മറ്റു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞത്, സൂറത്തുൽ ഇൻഫിതാറിൽ അല്ലാഹു പറഞ്ഞത് ആകാശം പൊട്ടിപ്പിളരുമ്പോ, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുമ്പോ, സമുദ്രം കത്തിക്കപ്പെടുമ്പോ, അടക്കപ്പെട്ടു പോയ കബറാളികൾ കബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുമ്പോ, ഓരോ ദേഹവും കൊണ്ടുവന്നത്, മുമ്പിൽ ചെയ്തത്, പിന്തി ചെയ്തതെല്ലാം ഓർത്തുപോകും. എന്നിട്ട് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ, മനുഷ്യ, നിന്റെ മഹോന്നതനായ റബ്ബിനെ കുറിച്ച് നീ ഇങ്ങനെ വഞ്ചിതനായി പോയതെന്താ? നീ ഇങ്ങനെ ചതിയിലായി പോയതെന്താ? നിന്നെ സൃഷ്ടിച്ച് സംവിധാനിച്ച, നിനക്ക് ഡിസൈൻ നൽകിയ, നിന്നെ കൃത്യമായ രൂപാന്തരത്തിൽ രൂപാന്തരപ്പെടുത്തിയ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖായ, അഹ്സനുൽ ഖൽഖായ, അജ്മലുൽ ഖൽഖായ, അഅ്ലമുൽ ഖൽഖായ, ഏറ്റവും വലിയ ബുദ്ധിയും സാമർത്ഥ്യവും അറിവും വിവേകവും സൗന്ദര്യവും എല്ലാം തന്ന പടച്ച മനുഷ്യ, നീ നിന്റെ റബ്ബിനെ തിരിച്ചറിയാത്തതെന്തേ? നീ റബ്ബിനെ കുറിച്ച് വഞ്ചിതനായി പോയതെന്തേ? അല്ലാഹു ചോദിക്കുകയാ.
രൂപത്തിലാണ് അല്ലാഹു നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, നിങ്ങൾ ദീനിനെ കളവാക്കുകയാ, പ്രതിഫലത്തെ നിങ്ങൾ കളവാക്കുകയാ. വഇന്ന അലൈക്കും ലഹാഫിദീൻ, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന കിറാമൻ കാത്തിബീനായ മലക്കുകൾ, കിറാമൻ കാത്തിബീൻ എഴുതി വെക്കുന്ന മലക്കുകളുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തതെല്ലാം അവരറിയും. ഇന്നൽ അബ്റാറ ലഫീ നഈം, അപ്പോൾ നന്മ ചെയ്തവർ സ്വർഗ്ഗത്തിലാ. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, തിന്മ ചെയ്തവർ ജഹീമിലാണ്, നരകത്തിലാ. യസ്ലൗനഹാ യൗമുദ്ദീൻ, അതിലേക്ക് അവർ കടന്നു പോകേണ്ടി വരും. വമാ ഹും അൻഹാ ബിഗായിബീൻ, അവർ അതിൽ നിന്ന് മറഞ്ഞവരല്ല. വമാ അദ്റാക മാ യൗമുദ്ദീൻ, എന്തായി യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, എന്തായി യൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്ന് പറയുന്നത് യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ, ഒരു ദേഹവും മറ്റൊരു ദേഹത്തിന് ഒന്നും ഉടമപ്പെടുത്താത്ത, ഒരു കടപ്പാടുമില്ലാത്ത, തമ്മിൽ തനിസ്വാർത്ഥന്മാരായിട്ട് മാറുന്ന ദിവസം. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്ന് അല്ലാഹുവിനെ കാര്യമുള്ളൂ, അല്ലാഹുവിനെ തീരുമാനമുള്ളൂ, അല്ലാഹുവിനെ നിലപാടുള്ളൂ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി, ഇഷ്ടപ്പെട്ടവരെല്ലാം ഇഷ്ടമില്ലാത്തവരായി തീരുന്ന സ്വന്തം നഫ്സ് മാത്രം. യൗമ യദഉ ആദമു, എല്ലാ നബിമാരും അവരവരെ നഫ്സ് എന്ന് പറഞ്ഞ് അവരവരുടെ നഫ്സിനെ കുറിച്ച് ഓടുമ്പോൾ ഈ ഉമ്മത്തിനെ കുറിച്ച് ഓടുന്ന മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം ഉമ്മത്തി ഉമ്മത്തി യാ ഖൗമിയാ, ഉമ്മത്തിനെ ഓർക്കുന്ന നബി നമ്മുടെ നബി മാത്രമാണ്. ബാക്കി എല്ലാ നബിമാരും പോലും അവരവരുടെ നഫ്സിന്റെ കാര്യത്തിൽ സ്വാർത്ഥരായി പോകുമ്പോ, അല്ലെങ്കിൽ അവരുടെ നഫ്സിന്റെ കാര്യത്തിൽ ആശങ്കപ്പെട്ടു പോകുമ്പോ നമ്മൾ നബി മാത്രമേ നമ്മുടെ ബാക്കിയുള്ളൂ. ആ ഖിയാമത്ത് നാളിലെ ഭയങ്കരമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതുപോലെ ആകാശം പൊട്ടിക്കീറുമ്പോ, അതിന്റെ റബ്ബിനത് കീഴ്പ്പെടുമ്പോ, ഭൂമി ഇങ്ങനെ നീട്ടപ്പെടുമ്പോ, നമ്മൾ കാണുന്ന ഭൂമിയുടെ ഈ ഭൗമമായ ഈ ഗോളാകൃതി മാറിയിട്ട് ഇങ്ങനെ നീട്ടി പരത്തിയിട്ട് ആ ഭൂമിയുടെ അകത്തിലുള്ള എല്ലാ സാധനങ്ങളെയും പുറത്തു കൊണ്ടുവരും. അടക്കി വെച്ചിരിക്കുന്ന, ഒതുക്കി വെച്ചിരിക്കുന്ന, കബറടക്കപ്പെട്ട എല്ലാത്തിനെയും ഇങ്ങനെ പുറത്തു കൊണ്ടുവരും. ഈ ഭൂമി ഒരു മൈതാനമാകും. ആ മൈതാനത്ത് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടും. അവിടെ ഒരു പുതിയ ഭൂമി വിധാനിക്കപ്പെടും. അവിടെ അല്ലാഹുവിന്റെ അർശിനെ കൊണ്ടുവരും. അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ ദാസന്മാരും മലായികത്തും യൗമ യഖൂമുൻ നാസ്, അല്ലാഹുവിന്റെ മുന്നിൽ ജനങ്ങളും മലക്കുകളൊക്കെ സ്വഫൻ അണികളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭം വരും. ഖിയാമത്ത് നാളിന്റെ ഭീകരതകൾ പറയുമ്പോൾ, ഖിയാമത്ത് നാളിന്റെ അവസ്ഥകൾ പറയുമ്പോൾ നമ്മളെല്ലാവരും അവരുടെ നഫ്സിലേക്ക് നാളെ നോക്കുകയാണ്. എന്ത് ചെയ്തു, എന്ത് കൊണ്ടുപോകും, അവിടെ ആരാ ഉള്ളത്? ഇടത്തും വലത്തും നോക്കുമ്പോ ആരുമില്ല. തന്റെ നന്മകൾ വലുത്, തന്റെ തിന്മകൾ എടുത്ത് മുമ്പ് ആർത്തടിച്ചു നിൽക്കുന്ന നരകം. ഒരു ഈത്തപ്പനെ കരുതുന്നുണ്ടെങ്കിലും നരകത്തിൽ നിങ്ങൾ കാത്തുകൊള്ളും. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ഒരു ഈത്തപ്പനെ കരുതുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരിമാരിൽ അവരെ കയ്യിലുള്ള തുച്ഛമായ പൈസകളിട്ട് കൂട്ടി നല്ലൊരു സംഭാവനയുമായിട്ട് നമുക്ക് മജ്‌ലിസിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവരെടുത്താണ്, അവരെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംസാരം ഇവിടെ അവസാനിപ്പിക്കാനുള്ളത്. എല്ലാവരും അന്തം വിട്ടെന്താളിച്ച് വലുതും ഇടന്നോട്ട് നോക്കുമ്പോ ജീവിതകാലത്ത് ചില മാറ്റിവെക്കലുകൾ, ജീവിതകാലത്തെ ചില ഡെപ്പോസിറ്റുകൾ, ചില നിക്ഷേപങ്ങൾ നമുക്ക് അവിടെ കണ്ണിന്റെ കുളിർമയായിട്ട് വരും. ഒരുപാട് സദഖകളുണ്ട്, ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങളുണ്ട്. പക്ഷേ ഇരട്ടിയായിട്ട് വർദ്ധിക്കപ്പെടുന്ന, അത് ഇരട്ടിപ്പിക്കപ്പെടുന്ന ഇരട്ടിയായിട്ടുള്ള ചില നന്മകളുണ്ട്. അത് ഇൽമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇൽമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരട്ടിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത്? നമുക്കൊരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കുമ്പോ, ഒരു മുതഅല്ലിമിന് നമ്മൾ ഫീസ് അടയ്ക്കുമ്പോ, ഒരു മുതഅല്ലിമിന്റെ ചെലവ് ഏറ്റെടുക്കുമ്പോ, അവനൊരു വസ്ത്രമോ ഭക്ഷണമോ കൊടുത്ത് അവന് നമ്മുടെ സഹായിയാകുമ്പോ, അവൻ ഈ സഹായം കൊണ്ട് പഠിച്ചിട്ട് പോയിട്ട്, ഞാനിപ്പോ ഒരു കാലത്ത് മുതഅല്ലിമായിരുന്നു, ഞാൻ ഒരു കാലത്ത് സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ട്, ധാരാളം ആൾക്കാരുടെ ഭക്ഷണങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അവരെനിക്ക് തന്ന അന്നവും ഊർജവും എനിക്ക് തന്ന സഹായങ്ങളും കൊണ്ട് ഞാനിന്ന് ഇപ്പോ സനതെടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോ എന്നെ പോലെ ഈ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും നാളെ ഓരോ സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട
കൊടുക്കേണ്ടവരാ, ഓരോ സമൂഹത്തിന് മുന്നിൽ നിന്ന് അവരെ നയിക്കേണ്ടവരാ. അപ്പൊ അതുകൊണ്ട് ഈ ചെയ്യുന്ന നന്മകൾ തീർച്ച എന്റെ കുഞ്ഞുനാൾ മുതൽ 10 വർഷം ഞാൻ കിതാബ് പഠിച്ചതും പിന്നെ 3-4 വർഷം ഞാൻ ഹിഫ്ദ് പഠിച്ചതും ഉൾപ്പെടെ 24 വർഷക്കാലം എന്റെ വൈജ്ഞാനിക ജീവിതത്തിൽ ആരെല്ലാം എനിക്ക് അന്നവും സഹായവും സപ്പോർട്ടും വേണോ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇൽമിന്റെ പുണ്യം എത്തിക്കൊണ്ടിരിക്കുക ലൈവായിട്ട്. അതിൽ മരിച്ചുപോയവരുണ്ട്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് മറക്കത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ഉയർന്ന പുണ്യം നൽകട്ടെ. അപ്പൊ അതാണ് ഇരട്ടിയായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് അന്നം തന്നിരുന്ന നമ്മൾ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ 2.5 ലക്ഷത്തിലധികം കടം വന്നു എന്ന പ്രൊഫസർ ഒരു സലാത്ത് മനസ്സിൽ പറഞ്ഞപ്പോ അതിനെ ഏറ്റെടുത്തിട്ട് നമ്മുടെ സഹോദരിമാര് പാവങ്ങളായ സാധുക്കളായ അവർ മീൻ വാങ്ങിക്കാൻ വെച്ചിരുന്ന, സ്നാക്സ് വാങ്ങിക്കാൻ വെച്ചിരുന്ന, അവർ ആവശ്യത്തിൽ വെച്ചിരുന്ന പൈസകളൊക്കെ ഇട്ടുകൂട്ടി ഒരു 50,000 രൂപയുടെ അടുത്ത സംഭാവന തന്ന് വാങ്ങി വെച്ചിട്ടാണ് ഞാൻ ഈ മനസ്സിലേക്ക് കയറി വരുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ. കാരണം നിസാമുക്കാരുടെ കടയിൽ പോയി എന്നും ഇങ്ങനെ കടം വാങ്ങിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും അവിടെ കൊണ്ട് കൊടുത്തിരിക്കുക, ബാക്കി നമുക്ക് റമദാനിൽ സെറ്റിൽ ചെയ്യാമെന്ന് പറയാൻ അവരില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് വിഷണ്ണനായിട്ട് കഴിയുമ്പോ ആശ്വാസത്തിന്റെ തെളിനീരായി ഹൃദയത്തിന്റെ കുളിരായിട്ട് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹോദരിമാർ അതിനെ ആ വേദനയെ പ്രയാസത്തെ ഏറ്റെടുത്തിട്ട് അവർ ചെയ്തതിനെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നല്ല കൂലി നൽകട്ടെ. നാളെ ഇതുപോലെ മജ്‌ലിസുകളിൽ നിങ്ങൾ പോയിരിക്കുമ്പോ ഈ ഉമ്മമാരെ മറന്നു പോകരുത്. നിങ്ങളുടെ ദുആകളിൽ, നിങ്ങളുടെ ഉപകാരത്തിന്റെ മുഖങ്ങളിൽ നാളെ പരലോകത്ത് ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാവരും അവരുടെ ഉമ്മ പെങ്ങന്മാരെ വിട്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യ, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളില്ല. സൂറിൽ ഊതപ്പെട്ട് ഖിയാമത്തിന്റെ സെറ്റപ്പ് വന്നാൽ പിന്നെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ നബിമാർക്കും ആലിമീങ്ങൾക്കും ഹാഫിളീങ്ങൾക്കൊക്കെ വിഷണ്ണരായി വിഷമിച്ച് നിൽക്കുന്ന ആശങ്കപ്പെടുന്നവർക്ക് തെളിനീരാകാൻ വേണ്ടി റെക്കമെൻഡേഷന്റെ സാധ്യത കൊടുക്കുമ്പോ ഈ മുഖങ്ങളെ നിങ്ങൾ മറന്നു പോകണ്ട. എല്ലാ മജ്‌ലിസിലും നമ്മുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞ് കയറി വരുന്ന പാവങ്ങളായ സാധുക്കളായ ഈ ഉമ്മമാരുടെ മുഖങ്ങൾ നിങ്ങൾ ആരും മറന്നു പോകരുത്. അവർക്ക് വിഷമങ്ങളുണ്ട്, അവർക്കേറെ പ്രയാസങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ, അവരുടെ നാട്ടിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ ഭർത്താക്കന്മാരിൽ, അവരുടെ മക്കളിൽ, അവരുടെ പല കാര്യങ്ങളിൽ പ്രതിസന്ധികളുണ്ട്. നിങ്ങൾ ഒരു ദിവസത്തെ ഇത് വാക്കേണ്ട അത് നിങ്ങൾ മറന്നു പോകരുത്. അത്രത്തോളം അവർ നമ്മുടെ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഏത് വിഷമം പറയുമ്പോഴും ഏത് പ്രശ്നം വരുമ്പോഴും അവരതിന് സന്നദ്ധമായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് സംഗതികൾ നമുക്ക് ഇവിടെ നടന്നു, ഇനിയും അവർ നടത്തും. അള്ളാഹു അവരുടെ കരങ്ങളിൽ ശക്തി പകരട്ടെ. അവിടെ നാവുകൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അവിടെ സമ്പത്തിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യട്ടെ. ആരൊരാളുടെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഖൈർ പറയുന്നു, അള്ളാഹു അവരെ അത് ഏറ്റെടുപ്പിക്കുകയും അവർക്ക് കയ്യിൽ മനസ്സും കണ്ണും നിറയെ അവരുടെ കയ്യിൽ കൊടുക്കുകയും അവരുടെ കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിന്റെ ഈ സംരംഭത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും നാളെ ഗൃഹത്തിലും പലത്തിലും അവർക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യട്ടെ. അവരുടെ മക്കളിലൂടെ കണ്ണിന്റെ കുടുംബങ്ങളായി ഇരിക്കുന്ന മക്കൾ നാളെ സനത് വാങ്ങി ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞ് ചെല്ലുന്ന ഒരു ദിവസം കണ്ടിട്ടാ, അങ്ങനെ ഒരു ദിവസം സ്വപ്നം കണ്ടിട്ടാണ് അവർ കഷ്ടപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാരും ഉമ്മമാരെ നിരാശപ്പെടുത്തരുത്. നിങ്ങളാരും ആ ഉമ്മമാരെ കണ്ണീര് കുടിപ്പിക്കരുത്. ഇന്നലെ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 വർഷം ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ